1996 സൂര്യനെല്ലി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സൂര്യനെല്ലി എന്ന ഒരു കൊച്ചു കുഗ്രാമമാണ് മൂന്നാറിനടുത്തുള്ള ഇടുക്കി ജില്ലയിൽ. അവിടെ ഒരു പോസ്റ്റൽ ജീവനക്കാരൻ്റെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ, ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഒരു ബസ് കണ്ടക്ടർ ആ കുട്ടിയുമായിട്ട് പ്രണയം നടിക്കുകയും അവരുടെ ബന്ധം കുറച്ചൊരു സുദൃഢമായ ശേഷം ആ കുട്ടിയെ ഒരു ദിവസം തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു. എന്നിട്ട് പോലും അവർ കാര്യമായിട്ട് അന്ന് കേസ് മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് ഈ കേസ് അത് വളരെയധികം അതിൻ്റെ അകത്ത് ലാക്സിറ്റി ഉണ്ടായി. അങ്ങനെയാണ് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് വരുന്നത്. ഇവൻ ഈ രാജു എന്ന് പറഞ്ഞ ഒരു നേരത്തെ തന്നെ പല കേസുകൾ പ്രതിയായിട്ടുള്ള ഒരു ദുർനടപ്പുകാരനായ ഒരു ബസ് കണ്ടക്ടറായിരുന്നു. അപ്പം ഈ പെൺകുട്ടിയുടെ ഒരു ഇരട്ടി പ്രായമുള്ള ഒരുത്തനാണ് അയാൾ. ഈ കുട്ടിക്കൊന്ന് ഈ 12 വയസ്സോ 13 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി മനഃപൂർവ്വം ഈ കുട്ടിയുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി തട്ടിക്കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ച കേസാണ്. അതാണ് ഈ സൂര്യനെല്ലി കേസ്. സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ളവരും ആ കേസിലെ പ്രതിയായിരുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അധ്യാപകരുണ്ടായിരുന്നു, വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. ഇക്കാര്യത്തിൽ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഒരു വിഭാഗത്തിലുള്ളവർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരെല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. 40ഓളം പ്രതികളുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട പ്രതിയായ ധർമ്മരാജൻ അന്ന് ജാമ്യം എടുത്ത ശേഷം മുങ്ങിപ്പോകുമായിരുന്നു. അപ്പം ഈ കേസിൻ്റെ ഈ 1996 ഈ കേസ് ഉണ്ടായപ്പോൾ തൊട്ട് ഈ കേസിലെ അന്ന് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കേസിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ 2, 3, 4 പേര് കാണും. അന്ന് തൊട്ട് ഈ കേസിൻ്റെ ഈ അന്വേഷണ ടീമിൽ എല്ലാ കാലത്തും ഞാനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമയം ഇതിൻ്റെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഈ ധർമ്മരാജൻ എന്നുള്ള ആ വ്യക്തിയെപ്പറ്റി നമ്മൾ ഒന്ന് പഠിക്കേണ്ട വലിയൊരു വല്ലാത്തൊരു ജന്മമാണ് ഈ ധർമ്മരാജൻ. വളരെ ടഫ് ആൻഡ് ഒരു റൂത്ത്ലെസ് ഒരു ക്യാരക്ടറാണ്. ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും എന്തും ചെയ്യാൻ പഠിക്കാത്തൊരിത്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് നടന്ന് പല ആൾക്കാർക്കും കാഴ്ചവെച്ച് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ ഈ ധർമ്മരാജൻ രണ്ടാമത് നമ്മുടെ സമൂഹത്തിൽ നിന്നും അയാൾ മുങ്ങിപ്പോയതിന് ശേഷം വലിയൊരു ജനങ്ങൾക്കിടയിൽ വലിയൊരു അമർഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പോലീസിൻ്റെ ഒരു കെടുകാര്യസ്ഥതയാണ്. എന്തുകൊണ്ട് ധർമ്മരാജനെ പിടിക്കാൻ പറ്റുന്നില്ല, പോലീസിൻ്റെ ഒത്താശ കൊണ്ടാണോ ധർമ്മരാജൻ ഒളിവിൽ മാറി താമസിക്കുന്നതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അന്ന് കോട്ടയം SP ആയിരുന്ന ശ്രീ വിനോദ് കുമാറിന് ഒരു ഇൻഫർമേഷൻ ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യയും തട്ടിക്കൊണ്ടാണ് ഈ ധർമ്മരാജൻ ഒളിവിൽ പോയിരിക്കുന്നത്, അയാൾ കർണാടകത്തിൽ എവിടെയോ ഉണ്ട്. ഈ വിവരം SP എന്നെ അറിയിച്ചു. ഞാനന്ന് ഈ കേസിൻ്റെ അന്വേഷണ തലവനായിരുന്ന സിബി മാത്യു സാറിനെ എടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം, ഒരു വിവരം വന്നിട്ടുണ്ട്, ഏതായാലും ഒന്ന് പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കർണാടകത്തിൽ പെട്ടെന്നൊരു ഉൾവിളി തോന്നുന്ന പോലെ അടുത്ത ദിവസം തന്നെ കർണാടകത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇയാളെ കൂട്ടിയെന്ന് പറയാൻ, പ്രത്യേകിച്ച് അയാൾക്കൊന്നും അറിയില്ലെങ്കിലും അയാളെ കൂടെ ഇരിക്കട്ടെ നല്ലതെന്ന് തോന്നിയുകൊണ്ടാണ് അയാളെ കൂട്ടിയത്. അയാളുടെ പേര് നമ്മളിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് ശരിയല്ല. അപ്പോൾ അയാളുടെ ഭാര്യയും കൂടെ തട്ടിക്കൊണ്ടാണ് പോയത് എന്നാണ് അയാൾ പറയുന്നത്. കർണാടകത്തിലേക്ക് പോയിരിക്കുന്നത്, ധർമ്മരാജൻ പോയിരിക്കുന്നത് കർണാടകത്തിലുണ്ട് എന്നുള്ള ഉറപ്പിച്ച് പറയുന്നില്ല, എവിടെയെന്നൊക്കെ പിൻപോയിൻ്റ് ചെയ്യാൻ പറയുന്നില്ല. ഏതായാലും നമ്മൾ കുറച്ച് മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്തെങ്കിലും വെറുതെ ഒരു അന്വേഷണം നടത്താമെന്നുള്ള രീതിയിലാണ്. ചില സമയത്ത് നമ്മൾ അങ്ങനെയും അന്വേഷണം നടത്തേണ്ടി വരും. ലക്ഷ്യമില്ലാത്ത അന്വേഷണം. കാര്യം നമുക്കൊന്നുമില്ല, കയ്യിൽ ഒരു സാധനമില്ല. ധർമ്മരാജനുണ്ടെന്ന് ഈ വ്യക്തി പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ. ഓഫ് കോഴ്സ് തിരിച്ച് നമ്മളവിടെ ഏതായാലും അങ്ങോട്ട് പോയി. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇയാളുടെ ഒരു പടമുണ്ട്. ഈ അന്നത്തെ ആ പത്രം തന്നെ അന്ന് കൊണ്ടുപോയി.
ആ പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഓതൻറ്റിസിറ്റി വരാൻ വേണ്ടി ഇത് ശരിക്കും ഒരു അന്വേഷണമാണ്, ഇയാളൊരു പ്രതിയാണെന്ന് അറിയിക്കാൻ വേണ്ടി പത്രത്തിൽ വന്ന പടം കൂടെ ഞങ്ങൾ കൈവശം കരുതിയിരുന്നു. ഈ പോലീസ് സംഘത്തിൽ ഞാൻ ഉൾപ്പെടെ 5 പേരുണ്ടായിരുന്നു. റിവോൾവറും മറ്റായുധങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നോക്കിയത്. എന്ത് വന്നാലും നമ്മളത് നേരിടാമെന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ കർണാടകയിലേക്ക് തിരിച്ചത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പറഞ്ഞ നമ്മൾ കൊണ്ടുപോകുന്ന ആൾ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അവിടെ കാണും ഇവിടെ കാണും. അങ്ങനെയാണ് ഞങ്ങൾ എന്നാർപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. എന്നാർപുര എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്നാർപുര വളരെ ഒരു ഉറക്കം പിടിച്ച ഒരു കുഗ്രാമം എന്നാർപുര. കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. അവിടെ പോയി നോക്കാമെന്ന് ഇയാൾ പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ എന്നാർപുരയിൽ പോയത്. എന്നാർപുരയിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പടമൊക്കെ കാണിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല അവർക്ക്. ഇങ്ങനൊരു മനുഷ്യരെ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ അതിൽ അവിടെ ഇരുന്നൊരു കർണാടകം പറഞ്ഞു, കഠാരി ജോയി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ അടുത്ത താമസിക്കുന്ന മലയാളിയാണ്, അയാളോട് ചോദിച്ചാൽ എന്തെങ്കിലും വിവരം ചിലപ്പം കിട്ടിയേക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ താമസിക്കുന്ന കഠാര ജോയിയുടെ അഡ്രസ്സൊക്കെ മേടിച്ച് ചെന്നപ്പം കഠാര ജോയി ഒരു പാവം പിടിച്ച കൃഷിവലനാണ്. കത്താര എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് കത്താര ജോയിയാണ് ഈ കഠാര ജോയി ആയിട്ട് അയാൾ പറഞ്ഞത്. ഒരു സൗമ്യനായ ഒരു തിരുവിതാംകൂറുകാരൻ, അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഭാര്യയും 2 മക്കളുമൊക്കെ ആയിട്ട് താമസിക്കുക. അപ്പോൾ ഏതായാലും ഈ ജോയിയോട് അന്ന് വൈകുന്നേരം ഞങ്ങളൊരു എനിക്ക് തോന്നുന്നൊരു 6 മണിയായപ്പോൾ വൈകുന്നേരം അങ്ങേരുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ജോയിയായിട്ട് സംസാരിക്കുകയും ഈ ധർമ്മരാജനെ പിടിക്കാനുള്ള ദൗത്യത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അങ്ങേരുടെ ഒരു 8 വയസ്സ് ഉള്ളൊരു മകൻ ഇത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്തിരുന്ന്. അപ്പോൾ ആ മകനിങ്ങനെ കേൾക്കുന്ന ആ പയ്യനെ ഈ പടമെല്ലാം കാണിച്ചു കൊടുത്തു. ആ പയ്യനും വളരെ കൃത്യമായിട്ട് കണ്ടു. സാധാരണ നമ്മൾ പോകാൻ നേരത്ത് ചെയ്യുന്ന പോലെ അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോയിയുടെ നമ്പർ ഞാൻ മേടിച്ചു, എൻ്റെ നമ്പർ ജോയിയും മേടിച്ചു, പോലീസ് സ്റ്റേഷനിലെ നമ്പർ, വീട്ടിലെ നമ്പർ എല്ലാം. അന്ന് റെസിഡൻസ് ഫോൺ ഇതുണ്ട്, മൊബൈലൊന്നുമില്ല. ഫോണുകളൊക്കെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വളരെ നൈരാശ്യത്തോടു കൂടിയാണ് തിരിച്ചു വന്നത്. പക്ഷേ നമുക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. ഒരു പോക്ക് പോയി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പോയി തിരിച്ചു പോന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയത്ത് ഒരു രാജ്മഹൽ എന്നൊരു തിയേറ്ററുണ്ട്. അവിടെ ഞാനും ഭാര്യയെല്ലാം കൂടെ ഗ്ലേഡിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു പോലീസുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, കർണാടകത്തിൽ നിന്നൊരു ജോയി വിളിക്കുന്നുണ്ട്, എന്താണെന്നറിയാമല്ലോ, ഉടനെ വിളിക്കണം, അല്ലെ അങ്ങോട്ട് തിരിച്ച് വിളിക്കണം. ഏതായാലും ഞാൻ സിനിമ അപ്പം തന്നെ കാഴ്ച നിർത്തിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇയാളുടെ നമ്പർ ഫോൺ ബുക്ക് ചെയ്തു. അപ്പോൾ അയാൾ വളരെ രസകരമായൊരു വാർത്ത പറഞ്ഞു. എൻ്റെ മകൻ ഒരു 10-25 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ് ട്യൂഷൻ പഠിക്കാൻ പോകുന്നത്. അവിടെ അങ്ങോട്ട് പോകുന്ന ബസ്സിൽ ഇതുപോലിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വണ്ടി ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വിവരം എനിക്ക് തോന്നി ഇപ്പം തന്നെ പോകണം, ഇന്ന് തന്നെ കർണാടകത്തിലേക്ക് പോകണം. അപ്പോൾ ഓണസമയമാണപ്പം ഒറ്റ മനുഷ്യൻ ഒരാൾ പോലും ബില്ലിംഗ് ആയിട്ട് വരാൻ തയ്യാറില്ല. കാര്യം എല്ലാവരും ഒരു അവധിയുടെ ഒരു ആലസ്യത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാകില്ല, നമുക്ക് ഇങ്ങനൊരു വിവരം കിട്ടിയപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി അന്വേഷിക്കണം. അവസാനം അവരെ 3-4 പേര് പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് അവരെയൊക്കെ ഒരു വിധത്തിലൊക്കെ അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് അവരെല്ലാം 4-5 പേരുടെ ഒരു ടീം പെട്ടെന്നുണ്ടാക്കി ഞങ്ങൾ നേരെ കർണാടകത്തിലേക്ക് തിരിക്കുകയാണ്. ഈ വിവരം പറഞ്ഞ് 11:45 ഞങ്ങൾ 2-2:30 മണിയായപ്പോൾ കർണാടകത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ ഈ കർത്താര സ്ഥലത്ത് ജോയിയുടെ വീട്ടിലേക്കാണ് ആദ്യം തിരിക്കുന്നത്. അവിടെ ചെന്ന് ജോയിയെ കണ്ടു. ജോയിയുടെ മകനോട് ചോദിച്ചു. ജോയിയുടെ മകൻ പറഞ്ഞു ഇന്ന സ്ഥലം, അയാളുടെ കുറേ ഇംഗ്ലീഷ് മാഗസിൻസ് കയ്യിലുണ്ടായിരുന്നു. ആ വണ്ടി എനിക്ക് അപ്പം എന്നിട്ട് ഒന്നുകൂടെ പടം കാണിച്ചപ്പോൾ പയ്യന് അത്ര വിശ്വാസമില്ല ഇത് തന്നെയാണോ എന്ന്. ഞങ്ങളോടന്ന് ആദ്യം ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 25 കിലോമീറ്റർ ദൂരെ ഈ പയ്യൻ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷകൾ വിൽക്കുന്ന ഏതെങ്കിലും കടകളോ മറ്റകളോ അല്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ച് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കടയിൽ 2-3 മാഗസിൻസ് ഒരു പത്രവും വരുന്നതുണ്ട്. അത് ഒരു ദൂരെ നിന്നുള്ളൊരു മനുഷ്യൻ അവിടെ നേരത്തെ തന്നെ അവിടെ അടുത്ത താമസിക്കാൻ പരിചയമില്ല. അയാൾ നേരത്തെ അഡ്വാൻസ് കുറച്ച് പൈസ കൊടുക്കും. ആ പൈസയ്ക്ക് ഈ സാധനം വന്ന് മേടിക്കും. അയാൾ ആരോ സംസാരിക്കും, താടി വെച്ചൊരു മനുഷ്യനാണ്. ഇതിൽ മേടിച്ചുകൊണ്ടങ്ങ് പോവുകയും ചെയ്യും.
മലയാളിയാണോ അതോ കർണാടകക്കാരനോ ഒന്നും പെട്ടെന്ന് എനിക്കറിയാൻ മേല എന്നൊക്കെ ഒരു ഒഴുക്കം പറ്റില്ല അയാൾ പറയും. ഈ പടം കണ്ടിട്ട് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാവത്തിൽ അയാൾ ഇരിക്കുകയും ചെയ്തു. അതൊരു അപ്പം നമുക്കൊരു ഇനിയിപ്പോൾ അയാൾ വരികയാണെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നൊക്കെ നമ്മൾ വളരെ സാധാരണ പോലെ പറയുന്ന പോലെ പറഞ്ഞ് അയാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാമെന്ന്. പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യമോ, അങ്ങനെ ഒന്നും അറിയിക്കാനൊന്നും പോകുന്നില്ല അവർ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി കമൽപുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചായക്കട അവിടെ നിർത്തി. അപ്പം ഞങ്ങൾ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വലിയ വാദപ്രതിവാദങ്ങൾ കടയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുക. എന്തോ ഒരു സംഭവം അതിന് തൊട്ട് മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ അത് വളരെ താല്പര്യത്തോടെ ഇതെല്ലാം എന്തൊക്കെ നടക്കുന്നതാണ്. അപ്പം എന്തോ അടിയും വെട്ടും കുത്തുമൊക്കെ അവിടെ ഉണ്ടായിട്ട് പ്രശ്നങ്ങൾ, അവിടെ രണ്ട് കൂട്ട് തമ്മിൽ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർന്ന സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അവിടെ അപ്പോൾ ഇവിടെ വന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ നിഷ്ഠൂരമായിട്ട് അവിടെ രണ്ടുപേരെ ഒരു കൈയൊക്കെ അടിച്ചു ഒടിച്ചു. അത് അവന് ഭയങ്കര ഭീകരമായിട്ട് മർദ്ദിച്ച് മരിക്കുന്ന നിലയെ വരെ മർദ്ദിച്ചിട്ടാണ് അവിടുന്ന് അവർ പോയത്. ഈ അവിടെ അതിൻ്റെ അടുത്ത് വലിയ ഹെബൻഗഡ്ഡയ്ക്ക് അടുത്ത് വലിയൊരു പാറമടയുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് നേരിട്ട് വന്നാണ് ഇവിടെ വന്നിട്ട് യുവന്മാർ ഈ കട വെച്ച് പിടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത്. അതെന്തോ ഈ അവരുടെ ആ നാട്ടിൽ ഇവരുടെ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ളൊരു വഴക്കുണ്ട്. അതിൻ്റെ അകത്ത് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഇവരായതുകൊണ്ട് ഇതൊരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെ ഇത്ര തല്ലിയത്. യഥാർത്ഥ പ്രതികൾ പോലുമല്ല ഇവർ. അപ്പം ഞങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഈ പാറമട? അപ്പം അവൾ പറഞ്ഞു ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ ചുമ്മാ തോന്നി, ഈ ഏതായാലും ഇവിടം വരെ വന്നല്ലോ, ഈ പാറമട, ഈ ഹെബൻഗഡ്ഡയിലെ പാറമടയെ കൂടെ നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഈ നമ്മളൊരു വെറുതെ ഒരു ഫ്യൂട്ടൈലായിട്ട് വെറുതെ ഇങ്ങനെ ഒന്നും പ്രയോജനമില്ലാതെ ഇങ്ങനെ പോകുന്നുള്ള അവസ്ഥ എന്നുള്ള തോന്നലുണ്ടാകുന്നതുകൊണ്ട് മുമ്പോട്ട് പോകണോ എന്നുള്ള. അപ്പോൾ അവരെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തും കൂടെ പോകണം. ഞാൻ പറഞ്ഞു ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, ചിലപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ അവനെ കണ്ടാലോ, നമ്മൾക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ആ പാറമടയെ ലക്ഷ്യമാക്കി പോകുന്നു. ഹെബൻഗഡ്ഡ പാറമട എന്ന് പറഞ്ഞാൽ ചെറിയ പാറമടയൊക്കെയാണെന്നാണ് വിചാരിച്ച്. അവിടെ ചെന്നപ്പോൾ നോക്കിയൊരു 10,000 ലോറികൾ കിടക്കുന്ന സ്ഥലം. ഭയങ്കര നമുക്ക് കണ്ണെത്താത്ത ദൂരത്ത് ഈ പാറക്കെട്ടുകൾ, ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നു. അങ്ങനെ വലിയൊരു താഴ്വാരത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം മുകളിൽ നിന്നാൽ. അവിടെ നമ്മളൊരാളെ അപ്പം ഞാൻ മനസ്സിൽ ഇവിടെ ധർമ്മരാജനുണ്ടെങ്കിൽ തന്നെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും. എന്തായാലും ഞങ്ങൾ നേരെ അങ്ങോട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ പോകാനായിട്ട് ഞങ്ങൾ ഒരു ഉദ്ദേശിച്ചില്ല. കാര്യം നേരെ പോയി നമ്മൾ എക്സ്പോസ്ഡ് ആകേണ്ട കാര്യമില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു കർണാടകക്കാരനെ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് കിട്ടി. മലയാളിയൊന്നും അയക്കറിയുമ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു രാത്രി പോകുന്ന അത്ര നല്ല കാര്യമല്ല. ഈവൻ പറഞ്ഞു ഒരു മനുഷ്യൻ തലൈവർ, അയാൾ ഈ പാറമടയ്ക്ക് അപ്പുറത്ത് ചെറിയൊരു കാടുണ്ട്. അത് കുറച്ച് നടന്നങ്ങോട്ട് പോകണം, ഒരു 2-3 കിലോമീറ്റർ നടന്നു പോകണം. അവിടെ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. താടി വളർത്തിയ മനുഷ്യരാണ് അയാൾ. ആരോട് സംസാരിക്കുന്നില്ല. അയാളാണ് അവിടുത്തെ എല്ലാ തൊഴിലാളികളെയും നിയന്ത്രിക്കുന്നത്. അയാൾ പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല. അയാളാണ് അവിടുത്തെ നീതിയും ന്യായമല്ല അയാൾ തന്നെയാണ്. ഈ പറഞ്ഞ ആൾ ധർമ്മരാജനാണോ എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ അയാളെ കണ്ടാൽ ഏതെങ്കിലും മലയാളികളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ധർമ്മരാജനെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ ജനറൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമായിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു ഈ മനുഷ്യൻ ഒരിക്കലും പകലവിടെ കാണില്ല, രാത്രി ആകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഇയാളെ കണ്ടിട്ടേ ഉള്ളൂ വഴി, രാത്രികളെ കണ്ടുപിടിക്കാമെന്ന് വെച്ചുകൊണ്ട് പോയി. വളരെ നമ്മൾ രഹസ്യമായിട്ട് തന്നെ പോകണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു ആൾക്കൂട്ടം പോവുകയാണെങ്കിൽ പെട്ടെന്ന് അവിടുത്തെ തൊഴിലാളികൾ സംഘടിക്കുകയും നമ്മളെ ആക്രമിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. കാര്യം രാത്രികൾ ഇത് മഹാരാഷ്ട്രയോട് അടുത്ത് കിടക്കുന്ന സ്ഥലം. രാത്രി പല ട്രൈബൽ ഗാങ്ങുകളും അവിടെ വന്നിട്ട് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പിടിക്കാൻ വരുന്നവരെ ചിലപ്പോൾ പിടിക്കാൻ വരുന്നവരെ മൃഗീയമായിട്ട് കൊല്ലുകയൊക്കെ ചെയ്യും. ഒരു കേസും ഒന്നും ഉണ്ടാകുന്ന അവർ റിമോട്ട് ഏരിയ, പോലീസ് സ്റ്റേഷൻ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻസിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്
ഈ വളരെ സൂക്ഷിച്ച് നമ്മളെ പോകാവുള്ളൂ. നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾ ഈ വീട്ടിലേക്കാണെങ്കിൽ ആ വീട്ടിൽ പോയുള്ള അറിവ് ആ വീട്ടിലേക്ക് നേരെ ചെന്ന് അവരോട് സംസാരിച്ചിട്ട് തിരിച്ചു വരികയല്ലാതെ നമ്മൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി പോയാൽ നമ്മൾ വരുന്ന വേറെ എന്തോ കാര്യത്തിലാണ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ചില വാണിങ്ങുകളൊക്കെ തന്നുകൊണ്ട് ഞങ്ങൾ ഒന്ന് സൂക്ഷിച്ച് പോയേക്കാന്ന് ചെയ്യലെ കാണാനായിട്ട്. വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു, ശബ്ദമൊന്നുമില്ലാതെ പോകാനായിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോവുക. പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ളൊരു പോലീസുകാരൻ, അവൻ ഒരാളിങ്ങനെ ഒരു കല്ല് കിടന്നുറങ്ങുന്നു പോകുന്ന വഴിക്ക്. ഇവനങ്ങ് പെട്ടെന്ന് തോന്നിയ ധർമ്മരായനാന്ന്. ഒരാളോടും ചോദിക്കാതെ ഈ പോലീസുകാരൻ ചാണ്ടി അവനെ കയറി അങ്ങ് പിടിച്ചു. അവൻ അയ്യോ സ്വാമിയേ ശരണയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയവൻ. കാര്യം അവൻ ധരിച്ച അവിടെ സ്ഥിരമായിട്ട് ഈ കുറുക്കനും ഈ അതുപോലെ പുലിയൊക്കെ വരുന്നുണ്ട്. ഇവനെ അതുകൊണ്ട് പുലി പിടിച്ചതാണെന്നാണ് അവൻ വിചാരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ച് മരിക്കാമെന്ന് വെച്ചുകൊണ്ടായിരിക്കും വിളിച്ചത്. ഭയങ്കര ഒച്ചത്തിൽ വിളിക്കുക. പാറ പിടിച്ച് കിടന്ന ധർമ്മരാജനല്ലെന്ന് മനസ്സിലായി. ധർമ്മരാജനല്ലെന്ന് മനസ്സിലായെങ്കിലും ഇവൻ്റെ ഈ ബഹളം, ഇവൻ ഈ കിടന്ന് അലറി വിളിച്ചു സ്വാമിയെ ശരണയ്യപ്പ സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഈ അവിടെ അതിൻ്റെ അല ഇതുണ്ടല്ലോ, അതിൻ്റെ എക്കോ അവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇത്രയും വലിയ അഗാധ ഗർത്തത്തിൽ നിന്ന് മലയും അപ്പുറത്ത് മല ഇടുക്കമുള്ളതുകൊണ്ട് ഇതിൻ്റെ ഈ ശബ്ദം ഇങ്ങനെ വീണ്ടും എക്കോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് വലിയൊരു അത് ഭയങ്കര റിവർബറേറ്റ് ചെയ്ത് വരികയോ. അപ്പം നമുക്ക് അവിടെ പാടെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചുകൊണ്ട് നാട്ടുകാർ അവിടെ താഴെ താമസിക്കുന്ന തൊഴിലാളികളും മറ്റും പലരും ഈ പന്തങ്ങളും മറ്റും കൊളുത്തി ഈ ശബ്ദം ഉണ്ടാകുന്ന ഭാഗത്തേക്ക് വരികയോ. ഇവനെ അപ്പോഴേ വിട്ടു ഇവനല്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ നോക്കുമ്പം അപ്പോൾ ഞങ്ങൾ കുറേ ഈ പോലീസുകാരനെ കുറേ ശകാരിക്കുകയും ചെയ്തു, എന്തിനും അവനെ കയറി പിടിച്ചെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒറ്റ നോട്ടം തോന്നി ധർമ്മരാജൻ കിടന്ന് ഉറങ്ങാമെന്നാണ് തോന്നിയെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വിനയം ഉണ്ടായപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു വിനയം കൂടെ ഒരു ദുരന്തം കൂടെ നമ്മൾ വലിച്ചു വെച്ചു. ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ നേരെ വരിക. ഇനി അവരെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും? ഇത് അവർ നമ്മൾ ആരാന്ന് പറയും, അവർ നമ്മളെ വന്ന് ആക്രമിച്ച് കൊല്ലാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലല്ലേ. അതുകൊണ്ട് നേരെ ഏതായാലും ഞങ്ങളുടെ കൂടെ വന്നവൻ നടത്തി ഞങ്ങൾ ഈ തലൈവരുടെ വീടിൻ്റെ അവിടെ കൊണ്ടുപോകും. തലൈവർ ഈ ശബ്ദം കേട്ടുകൊണ്ട് കയ്യിലൊരു പെട്രോൾ ഒരു ബോംബും ഒരു വലിയൊരു കടാര മറ്റേ കയ്യിലൊരു കത്താളെന്ന സാധനമായിട്ട് അവൻ ചാടി ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. അയാൾ ധരിച്ച് അയാളെ മറ്റേ രാവിലെ ഉണ്ടായ അടിപിടി ഉണ്ടല്ലോ, ആ അടിപിടിയിൽ അവൻ ആക്രമിച്ച ഒരു സംഘം ചേർന്ന് ഇയാളെ ആക്രമിക്കാൻ വരിക എന്ന് വെച്ചുകൊണ്ടാണ് ആൾ ചാടി വെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പം പെട്ടെന്ന് ഇയാൾ ചാടി ഇറങ്ങിയപ്പം കറക്റ്റ് എൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ധർമ്മ എന്ന് ഞാൻ കയറി വിളിച്ചു. പെട്ടെന്ന് അവന് ഇതങ്ങ് സ്റ്റണ്ടായിട്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയോ. ഞാൻ പറഞ്ഞു അനങ്ങരുത്, ഞങ്ങളെ തോക്കൊണ്ട് വെടിവെക്കും, ഷൂട്ട് ചെയ്യും, അതൊന്നും എടുത്ത് എറിയാനേ വല്ലതും തുടങ്ങിയാൽ താൻ അപ്പോഴേ ചത്ത് നിലത്ത് വീഴുമെന്ന് പറഞ്ഞു, നിലത്ത് നോക്കാൻ പറഞ്ഞു. 5-8 പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല. അപ്പോൾ പതുക്കെ ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ ആ പെട്രോൾ ബോംബും ആ കത്താളും ഒക്കെ നിലത്തെടുത്ത് വെച്ചു. ഞങ്ങളുടെ വണ്ടി കുറേ ദൂരെ ഇട്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ഡ്രൈവറോട് പറഞ്ഞു താനും വണ്ടിയായിട്ട് അവിടെ കിടന്നാൽ മതി, ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇനി വണ്ടി അങ്ങോട്ട് കൂടുതൽ കയറ്റിക്കൊണ്ട് വരണ്ട, ഞങ്ങൾ തിരിച്ച് വരുന്നവരെ നിങ്ങളെ വണ്ടിയുടെ അടുത്ത് തന്നെ കാണുമെന്ന് പറഞ്ഞു. ഇവൻ ഈ ശബ്ദമെല്ലാം കേട്ട് ഇവനും കേൾക്കുന്നുണ്ട്, ഈ എക്കോയും എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ഇത് കേട്ടിട്ട് പേടിച്ച് ഇവൻ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു വണ്ടി തിരിച്ചിട്, വണ്ടി നേരെ പോകുന്നു, ഇങ്ങോട്ട് തിരിച്ചിടാൻ, വണ്ടി അവിടെ പെട്ടെന്ന് തിരിച്ചിടാൻ പറഞ്ഞു. വണ്ടി തിരിച്ചവൻ അവിടെ ഇട്ടിരിക്കുകയോ. പക്ഷേ അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് നിറഞ്ഞു, നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ഈ മോബ് സൈക്കോളജി ഉണ്ടല്ലോ, യാതൊരു എമോഷനും ഇല്ലാതെ വികാരരഹിതമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പം വേണേൽ എന്ത് വേണേൽ സംഭവിക്കാം. ഒരാൾ ചെറിയൊരു തിരിയിട്ട് കൊടുത്താൽ മതി, കൊല്ലടാ എന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ നിൽക്കുക. അപ്പോൾ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇവർ നിൽക്കുന്നു. അപ്പം ഞാനിപ്പോൾ പത്രം ഇന്ത്യയിലുണ്ടെന്ന് പത്രം, ഞാൻ പറഞ്ഞു ഇത് ധർമ്മരാജൻ എന്ന് പറഞ്ഞ വലിയ കേരളത്തിലെ വലിയ കൊലയാളിയാണ്, ഇയാളെ ഇത് പടം കണ്ടു, ഈ പടം നിങ്ങൾ മനസ്സിലാക്കണം, ഇയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്ര ദൂരം വന്നിരിക്കുകയാണ്, ഇയാൾ അവിടുത്തെ വളരെ പ്രമാദമായ 2 കേസിലെ പ്രതിയായതുകൊണ്ടാണ് ഞങ്ങളിവിടം വരെ വന്നിരിക്കുന്നത്. ഇവരെല്ലാം കേട്ടിട്ട് അതിലൊരുത്തൻ കുറച്ച് തമിഴും മലയാളവും കന്നഡയും എല്ലാമായിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥൻ, ഇതിൻ്റെ കൂപ്പ് കോൺട്രാക്ടർ വരും, എന്ന് വരും, 3 ദിവസം കഴിയുമ്പോൾ വരുമെന്ന്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു, ചില പോലീസുകാർ വിറയ്ക്കുന്നു, കൂടെയുള്ളവർ ചിലർ കരയെ വിതുമ്പുന്നു. ഞാൻ പറഞ്ഞൊന്നും നടക്കുകയില്ല.
അപ്പം നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ആ നിമിഷം നമ്മൾ തകർന്നു വീഴും, നമ്മൾ ആക്രമിക്കപ്പെടും. അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളൂ. അത് എഴുതാൻ പറഞ്ഞു. അയാൾ അറസ്റ്റ് കാർഡ്, അയാൾ ഫോർമാലിറ്റീസ്, വണ്ടിയുടെ ജീപ്പിൻ്റെ മുകളിൽ ഇരുന്ന് ടോർച്ചിൻ്റെ ഇത് വെച്ച് എഴുതാൻ പറഞ്ഞു. നമ്മൾ കൂളായിട്ടിരിക്കുക. തോക്കൊക്കെ ലോഡാണ്, എന്തെങ്കിലും വന്ന വെടിവെക്കുക. ആ വെടി കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവരാക്രമിച്ച് നമ്മളെല്ലാം മരിച്ചു പോകും. പക്ഷേ നമ്മുടെ കയ്യിരിക്കുന്ന തോക്കുകളെല്ലാം കൃത്യമായിരിക്കണം, അതിനകത്തെല്ലാം ലോഡ് ചെയ്യണം, എല്ലാം കറക്റ്റായി ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ ഒരു പ്രിക്കോഷനേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ 10, 500, 1000 പേരും നമ്മുടെ അപ്പുറത്ത് അടുത്ത് നിൽക്കുകയാണ്. അവരെന്തോ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ അവർ ഓങ്ങി നിൽക്കുക, നമുക്ക് കണ്ടറിയാം. ആരെങ്കിലും ഒരുത്തൻ്റെ ഒരു ലീഡർ മുമ്പോട്ട് വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ കാര്യം തീർന്നു. പെട്ടെന്ന് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവനെ പിടിച്ച് വലിച്ച് വണ്ടിയെ കയറ്റിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുക്കുന്നുള്ളൂ. വണ്ടി എടുത്ത് സ്ട്രേറ്റ് വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഈ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പലരും വണ്ടിക്കകത്തോട്ട് കയറുന്നത്. വണ്ടിക്കകത്ത് കയറിക്കഴിഞ്ഞ് അപ്പോൾ ഇവന്മാർ വലിച്ച് കല്ലും മറ്റേത് ഈ പറഞ്ഞ പോലെ ഈ പന്തമെല്ലാം വണ്ടിക്കിട്ട് നേരെ എറിയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ട് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി നിർത്തുന്നത്. അപ്പോൾ ഇവനെ വഴിക്ക് വെച്ച് തന്നെ നമ്മൾ വൃത്തിയായിട്ട് ഇതെല്ലാം വലിച്ച് കെട്ടി വിലങ്ങൊക്കെ വെച്ച് നിലത്ത് കിടത്തിയിരിക്കുക. അപ്പം ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കർണാടക പോലീസിനെ അറിയിക്കാതെയാണ് വന്നിരിക്കുന്നത്. കർണാടക പോലീസിന് യാതൊരു അറിവുമില്ല നമ്മളിവിടെ വന്നിരിക്കുന്നുള്ള കാര്യം. ഇവനെ പിടിക്കാൻ വന്നെന്നോ, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൃത്യമായൊരു കാര്യമല്ല. അത് അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ കർണാടക പോലീസിനെ അറിയിച്ചാൽ ഇതൊന്നും നടക്കുകയില്ല. അവരെപ്പോഴത് പാസ് ഓൺ ചെയ്യും ഇൻഫർമേഷൻസ്, അവരെ കിട്ടുകയില്ല. അപ്പോൾ അവരതുപോലെ വെൽ കണക്റ്റഡാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ നമ്മൾ ആക്രമിക്കപ്പെടാനൊക്കെ നല്ല സാധ്യതയുണ്ട്. കാര്യം മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം എല്ലാം മാറിപ്പോയനെ, കംപ്ലീറ്റ് കഥയും മാറിപ്പോയനെ. ഏതായാലും ഞങ്ങളിവിടെ വന്നു. ഇത് ഭയങ്കര, ആദ്യം തന്നെ ഞാൻ സിബി മാത്യു സാറിനെ വിളിച്ച് പറയുന്നത് ധർമ്മരാജനെ പിടിച്ചു. ഉടനെ സിബി മാത്യു സാർ ഉടനെ ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്താ മറുപടി പോലും പറയാൻ പറ്റുന്നില്ല. കാര്യം ഇലക്ഷൻ വരികയാണ്, അസംബ്ലി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് 2 ദിവസം മുമ്പാണ് ഇയാളെ പിടിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ എത്രയും പെട്ടെന്ന്, ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇയാളെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. നേരെ ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു കേരളത്തിലേക്ക് കൊണ്ടുവന്ന പല റൂട്ടുകളിലും വഴിയിൽ മുഴുവൻ ഫോട്ടോഗ്രാഫേഴ്സും മറ്റുള്ള നിൽക്കുന്നതുകൊണ്ട് റൂട്ടൊക്കെ ഡൈവേർട്ട് നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടെയാണ് വന്നത്. ചേന്ദമംഗലം വഴിയൊക്കെയാണ് ഞങ്ങൾ വന്നത്, പറവൂർ വഴി. അത് കഴിഞ്ഞ് അന്ന് ഭയങ്കര കവറേജൊക്കെ ഉണ്ടായിരുന്നു. അന്ന് BBC ഇയാളെ പിടിച്ചു എന്ന് പറയുന്നപ്പോഴത്തേക്ക് വലിയൊരു വാർത്തയായിട്ടന്ന് വന്നു. അത് കഴിഞ്ഞ് SM കൃഷ്ണൻ അന്നത്തെ ചീഫ് മിനിസ്റ്ററായിരുന്നു കർണാടകയിലെ, അങ്ങേരെ നേരിട്ട് അനുമോദിക്കുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും നമ്മുടെ സംഘത്തിനൊക്കെ ഗവൺമെൻറ് വലിയ പാരിതോഷികങ്ങളൊക്കെ കിട്ടി, ഗവർണറുടെ അപ്രീസിയേഷൻ ലെറ്റർ, അങ്ങനെ എല്ലാം കിട്ടി. പക്ഷേ ഇതിനകത്തുള്ള ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു ഡെയർ ഡെവിലറി ആക്ടിൽ അധികം പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പൈസ പോലും ആർക്കും കോമ്പൻസേഷൻ പോലും കിട്ടുകയില്ല. ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ കൂടെ വരുന്ന പോലീസുകാർക്കും ഒന്നും സംഭവിക്കില്ല. എന്തോ ഒരു നിമിത്തം, പിന്നെ എന്തോ നിമിത്തം മാത്രമല്ല, നമ്മുടെ ഒരു ഡയറിങ് ആയിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവിടെ ആ സമയത്ത് ഇവനെ പിടിച്ചുകൊണ്ട് വെളി കൊണ്ടുവന്ന സമയത്ത് ഒന്ന് പെർപ്ലക്സ്ഡ് ആയിരുന്നെങ്കിൽ, ഒന്ന് നമ്മൾ ലീഡറെങ്കിലും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ, ലീഡർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റുകയില്ല. ആരെങ്കിലും ഒരു കൊല്ലടാ തല്ലടാ അടിയടാ ഇടിയടാ എന്ന് പറയും. പിന്നെ ആ പത്രം നമ്മളെ സേവ് ചെയ്തു. പത്രത്തിന് വലിയ ഓതൻറ്റിസിറ്റി ഉണ്ട്. നമ്മൾ ഫോട്ടോഗ്രാഫ് കാണിക്കുന്നതല്ലോ, ഇവൻ ഇത് ധർമ്മരാജൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പത്രത്തിന് വാർത്ത എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് തന്നെ ഒരു ക്രൈസിസും ഒരു കൺഫ്യൂഷനും ഉണ്ടായി. ആ കൺഫ്യൂഷനും അതുപോലെ അവരുടെ അമ്പരപ്പും ഇതെല്ലാം കൂടെ മുതലെടുത്തുകൊണ്ട് പെട്ടെന്ന് വണ്ടിയെ കയറ്റി അവനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ധർമ്മരാജനെ പിടിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ കൂടെ വന്ന പാവ മനുഷ്യൻ, അയാളുടെ ഭാര്യയെ കൂടെ കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് അയാൾ വന്നിരിക്കുന്നത്. പക്ഷേ ധർമ്മരാജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സ്ത്രീയോട് ബന്ധങ്ങളൊന്നും അധികം നാളൊന്നും പുലർത്തുമൊന്നുമില്ല. ധർമ്മരാജൻ എന്നേ ഉപേക്ഷിച്ച് കളഞ്ഞു ആ സ്ത്രീ. ആ സ്ത്രീ പിന്നെ വേറെ ആളുടെ കൂടെ മംഗലാപുരത്ത് താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ കാലക്രമേണ ഇയാളുടെ കൂടെ തന്നെ തിരിച്ചു പോകുന്നോ എന്നും കൂടെ സംശയിക്കുന്നു. അത് കൺഫേംഡ് ഇൻഫർമേഷൻ അല്ല, അത് നമ്മൾ അവരെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല, അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും. പെട്ടെന്നൊരു വലിയ ഷോക്കായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ. 6 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ റിസൾട്ട്, അത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴേ ഓടി വന്നു.
പോലീസിൻ്റെ കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ കിട്ടാനുള്ള നാട്ടുകാരുടെ നെട്ടോട്ടം, മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ, ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് ഓടി വന്നു. ആ കൊച്ചിനെ കിട്ടണമല്ലോ, ആ കൊച്ചിനെ ജീവനോടെ എങ്ങനെ കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം ഓടിപ്പോവുകയാണ്.